ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുക്ത പാർവതിയെ ഒരു ചീത്തവളാണെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി കൈലാഷിൻ്റെ മുന്നിൽ അവൾ ഒരു വൃത്തികെട്ടവളാണെന്നുള്ളത് വരുത്തി തീർക്കാനുള്ള പ്ലാനുകളാണ് മനസ്സിൽ തയ്യാറാക്കുന്നത്. ഈ സമയം പാർവതി വയ്യെങ്കിലും കൂടിയിട്ട് കമ്പനിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കമ്പനിയിൽ കൈലാഷും എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് കൈലാഷ് ഇങ്ങനെ സ്വയം പറയുകയാണ്, ഇന്നലെ ഒരുപാട് ഫംഗ്ഷനിലൊക്കെ ഒരുപാട് പങ്കെടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, എൻ്റെ മേലും കൈയും വല്ലാത്തൊരു വേദന എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് പാർവതി വരുന്നത്. എന്നിട്ട് പാർവതി ചോദിക്കുകയാണ്, അല്ല സാർ വിളക്ക് കൊളുത്തട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ പാർവതി, വിളക്ക് കൊളുത്തിക്കോളൂ എന്ന് പറയട്ടോ. അങ്ങനെ പാർവതി വെയ്യെങ്കിലും കൂടിയിട്ട് വിളക്കൊക്കെ കൊളുത്തുകയാണ്. അപ്പോൾ പാർവതി വിളക്ക് കൊളുത്തുന്നത് നോക്കിക്കൊണ്ട് കൈലാഷ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ പാർവതി ഒന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ്, എന്തു പറ്റി പാർവതി, നീ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല സാർ, എനിക്ക് വല്ലാത്തൊരു മേലും കൈയും വേദന, ഇന്നലത്തെ പരിപാടി കഴിഞ്ഞതിൻ്റെയാണെന്ന് തോന്നുന്നു. ഓ കൈലാഷ് പറയാണ്, പാറു എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ വന്നത്, ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം പോലും നിർബന്ധിച്ച് കഴിപ്പിച്ചത് കൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ, എന്താ സാറേ പറയുന്നത്, ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ഞാൻ ഇതൊന്നും കഴിച്ച് ശീലമില്ലല്ലോ, അതുകൊണ്ട് എനിക്കതൊന്നും പിടിച്ചില്ല, അതായിരിക്കും, അല്ലാതെ സാറ് കാരണമൊന്നുമല്ല എന്ന് പറയട്ടോ. അങ്ങനെ കൈലാഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇന്നലെ തന്നെ എനിക്ക് പാറുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്നു പറയാൻ കഴിഞ്ഞില്ല, ഈ സമയത്ത് അങ്ങ് പറഞ്ഞാലോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് പാർവതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് തന്നെ പാർവതിയും കൈലാഷ് സാർ എന്നങ്ങ് വിളിക്കാനുണ്ട്. അപ്പോൾ കൈലാഷ് പറയണേ, എന്താണ് പാർവതി നീ പറയാൻ വന്നത്? അപ്പോൾ പാർവതി പറയണേ, അല്ല ആദ്യം സാറല്ലേ പറയാൻ വന്നത്, ആദ്യം സാറ് പറയാനുള്ളത് പറഞ്ഞോ എന്ന് പറയുമ്പോൾ, അത് വേണ്ട, നീ ആദ്യം പറ, എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് ഇന്ന് തീരെ വയ്യ, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ടേബിളൊന്നും ഞാൻ വൃത്തിയാക്കുന്നില്ല, നാളെ വന്നിട്ട് ഞാൻ ടേബിളൊക്കെ വൃത്തിയാക്കിക്കോളാം എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണേ, നീ എന്തിനാണ് ഈ ടേബിളൊക്കെ വൃത്തിയാക്കാൻ നിൽക്കുന്നത്, ഇതൊന്നും നിൻ്റെ ഡ്യൂട്ടിയിൽ പെട്ടതല്ല, നിന്നോട് ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന് നീ വിളക്ക് കൊളുത്തണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രം നീ ചെയ്താൽ മതി, നിനക്ക് തീരെ സുഖമില്ലെങ്കിൽ നീ ഇന്ന് ലീവ് എടുത്തോ, ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കാം, നീ വാ എന്ന് പറയുമ്പോൾ, അത് വേണ്ട, ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിട്ട് പോലും ഇന്ന് ജോലി ചെയ്യാൻ വേണ്ടി വന്നില്ലേ, പിന്നെ ഞാൻ എന്തിന് ജോലിയിൽ ലീവ് എടുക്കണം, ഇന്ന് ഞാനും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഓടിച്ചാടി നടന്ന് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെയും ഈ ക്ഷീണമൊക്കെ മാറിക്കോളും എന്നും പറഞ്ഞ് പാർവതി പിന്നെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ കൈലാഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തൊരു വിഡ്ഢിയാണ്, പാർവതിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ ഇഷ്ടം പാർവതിയോട് തുറന്നു പറയാൻ ഒരുങ്ങിയിരിക്കുന്നു, പാർവതിയുടെ അസുഖമെല്ലാം മാറി അവൾ ഉഷാറായി ഇരിക്കുന്ന ആ സമയത്ത് വേണം എൻ്റെ ഇഷ്ടം പാർവതിയോട് തുറന്നു പറയാൻ, അതിപ്പോൾ നാളെയാകുമ്പോഴത്തേക്കും പാർവതിയുടെ അസുഖമെല്ലാം മാറി പാർവതി ഉഷാറായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ എന്തായാലും എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം പാർവതിയോട് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും എന്ന് കൈലാഷ് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഈ സമയം മുക്ത ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. പാർവതിയും കൈലാഷും ഒരുമിച്ച് ബെഡിൽ കിടന്നതും അവർ രണ്ടുപേരും ചേർന്ന് കിടന്നതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ച് മുക്ത നടക്കുക കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് കരുണാകരൻ വരുന്നത്. എന്നിട്ട് കരുണാകരനെ കണ്ട ഉടനെ തന്നെ മുക്തിക്ക് നല്ല ദേഷ്യം വരികയാണ്. ദേഷ്യത്തിൽ കരുണാകരനെ നോക്കുന്ന സമയത്ത് കരുണാകരൻ ഇങ്ങനെ പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ, നല്ലൊരു പൊട്ടിത്തെറി തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും എന്നുള്ള ഭാവത്തിലാണ് കരുണാകരൻ നിൽക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ കരുണാകരൻ ചോദിക്കുകയാണ്, അല്ല മേഡം, ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം സക്സസ് ആയില്ലേ, എന്തിനാണ് മേഡം എന്നെ വിളിച്ചത്, എന്നോട് രഘു പറഞ്ഞു ഇവിടേക്ക് മേഡം വിളിക്കുന്നുണ്ട് എന്ന്, എന്താ കാര്യം, ഇന്നലത്തെ കാര്യം വല്ലതും സംസാരിക്കാനാണോ, അതെല്ലാം ഭംഗിയായി നടന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുക്ത അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. മണ്ണം കട്ടെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്തവൻ്റെ പോലെ നല്ല അഭിനയിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, നിങ്ങൾ കാരണമാണ് ഇന്നലത്തെ പ്ലാൻ മുഴുവനും ചീറ്റിപ്പോയത്. കരുണാകരൻ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ മേഡം, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് കുടിച്ചു പോയതാണ്, പക്ഷെ അത് ഓവറായി പോയി, എന്താണ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇന്നലെ രാത്രിയിൽ ഉണ്ടായ കാര്യം നിങ്ങളോട് പറയാൻ കഴിയില്ലല്ലോ, എല്ലാം നിങ്ങൾ കാരണമാണ് വന്നത്, പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങളെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാണ് വേണ്ടത്, പക്ഷേ നിങ്ങൾ കാരണമാണ് ഇനി പാർവതി ഇവിടെ നിന്ന് പുറത്താവാൻ വേണ്ടി പോകുന്നത്, പാർവതിയെ ഇവിടെ നിന്നും പറഞ്ഞു വിടണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞാനിത് ക്ഷമിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ മുക്ത ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ കരുണാകരൻ ചോദിക്കുകയാണ്, എന്താണ് മേഡം ചിന്തിക്കുന്നത്? പെട്ടെന്ന് മുക്ത അങ്ങ് ഞെട്ടിയിട്ട് പറയും, ഒന്നും ഇന്നലെ രാത്രിയിൽ സംഭവിച്ചിട്ടില്ല, ആ അരവിന്ദ് എവിടെയാണാവോ കുടിച്ചിട്ട് പോയി കിടന്നത്, അവനെ പിന്നെ കിട്ടിയതുമില്ല, പാർവതി ആണെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോവുകയും ചെയ്തു, അതുകൊണ്ട് ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ നമ്മൾക്ക് അടുത്ത പ്ലാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കരുണാകരൻ ചോദിക്കുമ്പോൾ, തൽക്കാലം ഇനി കുറച്ച് ദിവസത്തേക്ക് ഒന്നും ചെയ്യേണ്ട,
വേണ്ട. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ രഘുവിനോട് ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ചൊന്നും ആരോടും പറയരുത് എന്ന് നിങ്ങൾ പറയണം. അതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഞാൻ ഏറ്റു മേഡം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പലതും ഏറ്റു. എന്നിട്ട് ഇന്നലെ ഉണ്ടായത് ഞാൻ കണ്ടതല്ലേ. അതുകൊണ്ട് വെറുതെ വീരവാദമൊന്നും മുഴക്കണ്ട. നിങ്ങൾ ഞാൻ പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി. രഘുവിനെ ഒന്ന് സൂക്ഷിക്കണം. രഘുവിനോട് ആരോടും ഇന്നലെ നടന്ന കാര്യം ഒരു കാരണവശാലും എന്തിൻ്റെ പേരിലായാലും ആരോടും ഒന്നും പറയരുത് എന്ന് നിങ്ങൾ പറയണം. അതുമാത്രം ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ചെയ്താൽ മതി എന്നും പറഞ്ഞ് കരുണാകരനെ അങ്ങ് പറഞ്ഞു വരാൻ കേട്ടോ. ഈ സമയം കമ്പനിയിലെ സ്റ്റാഫുകൾക്കെല്ലാം തയ്ക്കാനുള്ള തുണി മോഹനൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ജയന്തിക്ക് മോഹനോട് ചെറുതായിട്ടൊക്കെ അടുപ്പം വന്ന് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അക്കാര്യം മോഹനന് മനസ്സിലാവാണ്. അപ്പോൾ മോഹനൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ദൈവമുണ്ട്, എനിക്ക് ഉറപ്പായിപ്പോൾ എൻ്റെ ജയന്തി എന്നിലേക്ക് അടുക്കൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയത്താണ് പാർവതി അവിടേക്ക് തീരെ വയ്യാതെ അവശയായിട്ട് വരുന്നത്. അപ്പോൾ ജയന്തിയും സൗസും ഒക്കെ കാണാണ്. എന്ത് പറ്റി പാർവതിക്ക് തീരെ ഉഷാറില്ലല്ലോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ജയന്തിയും സൗസവും ചോദിക്കുകയാണ്, എന്ത് പറ്റി പാർവതി, നിനക്ക് തീരെ സുഖമില്ലേ, ഇപ്പോഴും നിനക്ക് ശരിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ തല ചുറ്റിയതിൻ്റെ ശേഷം പിന്നെ എനിക്കിപ്പോൾ ഇന്ന് വല്ലാത്തൊരു മേലും കൈയൊക്കെ ഒരു വേദനയുണ്ട്, എന്നാൽ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറിക്കോളും എന്ന് പറയട്ടോ. എന്നാൽ നീ നല്ല സൂക്ഷിച്ച് പണിയെടുക്ക്, വയ്യ എന്നുണ്ടെങ്കിൽ ഭാരമുള്ള ജോലിയൊന്നും ചെയ്യണ്ട എന്ന് ജയന്തി പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ടാണ് പ്രിയൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ പ്രിയൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എങ്ങനെയെങ്കിലും പാർവതിയെ മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ നിരപരാധിയാണെന്നുള്ളതും അവളെ കയറി പിടിച്ചത് ഞാനല്ല, ഒരു ഗുണ്ട അവളെ കൊല്ലാൻ വേണ്ടി വന്നതാണെന്നുള്ളതും എങ്ങനെയെങ്കിലും പാർവതിയെ മനസ്സിലാക്കി കൊടുക്കണം. അതും പറഞ്ഞിട്ടും പാർവതിക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനാണ് ഗന്ധർവൻ എന്നുള്ളത് പാർവതിയോട് ഇന്ന് തന്നെ തുറന്നു പറയണം എന്ന് പ്രിയൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാർവതി നിൽക്കുന്ന ആ ഭാഗത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ പാർവതിക്ക് പ്രിയനെ കണ്ടതോടുകൂടി അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തിൽ എന്ത് വേണം നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ പാർവതി, ഞാൻ പറയുന്നതൊന്ന് നീ ക്ഷമയോട് കൂടി കേൾക്കണം, എനിക്ക് നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം, നീ ഒന്ന് പുറത്തേക്ക് വാ എന്ന് പറയുന്ന സമയത്ത് എന്താ നിങ്ങൾ പറഞ്ഞത്, എന്നോട് തനിച്ച് സംസാരിക്കണമെന്നോ, നിങ്ങളോടാണ് മര്യാദയ്ക്ക് എൻ്റെ മുന്നിലേക്ക് ഇനി നിങ്ങൾ വന്നു പോവരുത്, എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ദേഷ്യമാണെന്ന് പറഞ്ഞ് പാർവതി പ്രിയനെ വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ജയന്തിയും സൗസവും മോഹനയും കാണാണ്. ആ തുടങ്ങിയോ, ഇവർ രണ്ടുപേരും വീണ്ടും വഴക്ക് തുടങ്ങിയോ, നീ വന്ന് അവരുടെ അടുത്തേക്കൊന്ന് പോയി സംസാരിക്കാം, ഇവരുടെ ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇത് നമുക്ക് ഒത്തുതീർപ്പാക്കിയേ മതിയാവൂ എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ 3 പേരും കൂടി ചെല്ലുന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനാണ് എപ്പോഴും കണ്ടാലും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ, ഇയാൾക്കേ ഞാനിപ്പോൾ തനിച്ച് ഇയാളെ കൂടെ സംസാരിക്കാൻ ചെല്ലണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മോഹനൻ പറയണേ, നിങ്ങൾ 2 പേരെയും എന്ത് പറഞ്ഞാലും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ, എന്തിനാണ് നിങ്ങൾ 2 പേരും എപ്പോഴും ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്. പാർവതി പറയണേ, ഞാൻ എന്തിന് ഇയാളുടെ കൂടെ തനിച്ച് സംസാരിക്കാൻ വേണ്ടി ചെല്ലണം എന്ന് പറയുമ്പോൾ സൗസോ പറയണേ, എന്തിനാണ് പാർവതി നീ ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത്, ഞാൻ എങ്ങനെ സംസാരിക്കണം, ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുന്ന ഇവനോടൊക്കെ പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, സ്ത്രീകളോട് മോശമായി സംസാരിക്കുന്ന ഇവനെ കാണുന്നത് തന്നെ ദേഷ്യമാണെന്നൊക്കെ പറയുമ്പോൾ മോഹനനും ജയന്തിയും പറയണേ, പാർവതി നീ സൂക്ഷിച്ച് സംസാരിക്കണം, നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും പാർവതിക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ പ്രിയം പറയണേ, വേണ്ട, നിങ്ങൾ 3 പേരും എനിക്ക് വേണ്ടി പാർവതിയുമായിട്ട് വെറുതെ വഴക്കിടണ്ട, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സൗഹൃദം വെറുതെ കളയുന്നത്, ഞാനും പാർവതിയും തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തന്നെ തീർത്തോണ്ട് നിങ്ങൾ ഇതിൽ വെറുതെ തലയിടണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവരെ 3 പേരെ അങ്ങ് പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ പാർവതിയോട് പറയാണ് പ്രിയൻ, നീ ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോട് കൂടി കേൾക്ക്, എന്നിട്ട് ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കുക. ശരി, എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത്, എന്താണെങ്കിലും ഞാൻ കേട്ടോളാം, എന്നതിൻ്റെ ശേഷം ഞാൻ തീരുമാനമെടുത്തോണ്ട് എന്ന് പാർവതി പറയട്ടോ. അങ്ങനെ പ്രിയൻ പാർവതിയോട് തുറന്നു പറയാൻ ഒരുങ്ങുന്ന ആ സമയത്താണ് അവിടേക്ക് കൈലാഷ് വരുന്നത്. അപ്പോൾ പ്രിയൻ പാർവതിയോട് പറയണേ, ഇന്നലെ രാത്രിയിൽ അവിടെ സ്റ്റോർ റൂമിൽ വെച്ച് നടന്നത് ഞാനൊന്നും നിന്നെ ചെയ്തിട്ടില്ല, നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടോ ഞാനാണ് നിന്നെ കയറി പിടിച്ചത് എന്ന്, നീ കണ്ടില്ലല്ലോ, നീ വെറുതെ ഒരു ഊഹം വെച്ചല്ലേ പറഞ്ഞത്, അവിടെ നിന്നെ ചുറ്റിപ്പറ്റി പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്, നിന്നെ കൊല്ലാൻ വരെ ആളുകൾ അവിടെ വന്നിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ. അപ്പോൾ പ്രിയൻ ആ വാക്ക് പറഞ്ഞതോടുകൂടി പാർവതി തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ പ്രിയൻ പറയണേ, നീ അറിയാതെ നിന്നെ ചുറ്റിപ്പറ്റി പല പ്രശ്നങ്ങളും ഇന്നലെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി കൈലാഷ് ഇത് കേട്ടോണ്ട് അങ്ങ് വരുന്ന സമയത്ത് പ്രിയ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കൈലാഷിനെ കാണുമ്പോൾ കൈലാഷ് ചോദിക്കുകയാണ്, എന്താണ് പ്രിയ ഇന്നലെ രാത്രിയിൽ അവിടെ സംഭവിച്ചത്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പാർവതി പെട്ടെന്നങ്ങ് മിണ്ടാതെ നിൽക്കുമ്പോൾ പ്രിയൻ പറയണം, ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞ് പ്രിയൻ എല്ലാ കാര്യവും പറയാൻ അങ്ങ് ഒരുങ്ങുന്ന സമയത്ത് ഇന്നലെ രാത്രിയിൽ പാർവതിയെ കൊല്ലാൻ വേണ്ടി ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എന്നങ്ങ് പറയുമ്പോൾ കൈലാഷ് പറയണേ, എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, നമുക്ക് കോൺഫറൻസ് ഹാളിൽ ഇരുന്ന് സംസാരിക്കാം, നീ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പ്രിയനോടും പാർവതിയും അവിടേക്ക് വരാൻ വേണ്ടി പറയട്ടോ. അപ്പോഴത്തേക്കും അരവിന്ദനും കരുണാകരനും മുക്തയും ഒക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ കൈലാഷ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ പ്രിയൻ പറയണേ, ഇന്നലെ രാത്രി
പാർവതിയെ കൊല്ലാൻ വേണ്ടി ഒരാൾ വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ സ്റ്റോർ റൂമിലേക്ക് അവാർഡുകളും മറ്റും എടുക്കാൻ വേണ്ടി ചെന്നതായിരുന്നു. ആ സമയത്ത് അവിടെ കറണ്ട് കട്ടാക്കിയ ശേഷം പാർവതിയെ കൊല്ലാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചിരുന്നു എന്നങ്ങ് പറയട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പാർവതി അങ്ങ് ഞെട്ടലോട് കൂടിയിട്ടാണ് പ്രിയനെ നോക്കുന്നത്. എന്നിട്ട് പിന്നീട് വാഷ്റൂമിൽ വെച്ച് വീണ്ടും പാർവതിയെ അയാൾ കൊല്ലാൻ വേണ്ടി നോക്കി. എന്നിട്ട് ഞാനാണ് അയാളെന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടത്, അയാൾക്ക് എൻ്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അരവിന്ദ് അങ്ങ് ഞെട്ടിപ്പോവാണ്. ഞാൻ ഏർപ്പാടാക്കിയ ആളെയാണല്ലോ ഇവൻ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ മുക്തയും കരുണാകരനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ അവിടെ ഉണ്ടായോ എന്നുള്ള ഭാവത്തിലാണ് അവരതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ പാർവതി വാഷ്റൂമിൽ വെച്ചും വീണ്ടും അയാൾ ആ ഗുണ്ട പാർവതിയെ കൊല്ലാൻ വേണ്ടി നോക്കി എന്ന് പറയുമ്പോൾ പാർവതിക്ക് അത് ഒട്ടും തന്നെ ഓർമ്മയില്ലാത്തത് കൊണ്ട് ഇതെല്ലാം പച്ചക്കള്ളമാണ്, എന്നെ ഇന്നലെ രാത്രിയിൽ ആരും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല, ഇതൊക്കെ ഇയാൾ വെറുതെ കള്ളം പറയുന്നതാണ്, എൻ്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാലും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഒക്കെ ഞാനറിയാതെ എങ്ങനെയാണ് എൻ്റെ ദേഹത്ത് അയാൾ തൊടുന്നത്, എന്നെ കൊല്ലാൻ വേണ്ടിയൊക്കെ നോക്കുന്നത്, ഇയാളെല്ലാം പച്ചക്കള്ളമാണ് പറയുന്നത്. പ്രിയൻ പറയണേ, ഇല്ല സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ ഇന്നലെ രാത്രിയിൽ ഉണ്ടായ കാര്യമാണ് പറഞ്ഞത്, പാർവതി അയാൾ കൊല്ലാൻ ശ്രമിച്ചതാണ്, എന്നിട്ട് അയാൾ എന്നെ നിനക്ക് കിട്ടിയോ എന്ന് കരുണാകരൻ ചോദിക്കുമ്പോൾ ഇല്ല, അയാൾ അപ്പോഴത്തേക്കും ഓടി രക്ഷപ്പെട്ടു എന്നങ്ങ് പറയട്ടോ. അപ്പോൾ പ്രിയനോട് വീണ്ടും തർക്കിക്കുകയാണ് പാർവതി. ഇല്ല, ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ്, ഇതൊന്നും വിശ്വസിക്കരുത് എന്ന് കൈലാഷിനോട് പാർവതി പറയുകയാണ് കേട്ടോ. അപ്പോൾ കൈലാഷിന് പ്രിയൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. പാർവതിക്ക് എന്തോ ഇന്നലെ ഒന്നും ഓർമ്മയില്ലാത്തത് കൊണ്ടാവും എന്നൊക്കെ കൈലാഷ് മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ വാഷ്റൂമിൽ ചെന്ന സമയത്ത് അവിടെ പാർവതി ബോധമില്ലാതെ കിടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്, അപ്പോൾ പ്രിയം പറയുന്നതിലും എന്തോ ഒരു വാസ്തവമുണ്ട് എന്ന് മുക്ത ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈലാഷ് പറയണേ, എന്നാൽ ഇനി കൂടുതൽ സംസാരിക്കേണ്ട, ഇവിടെ വെറുതെ ഒരു തർക്കമുണ്ടായിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയട്ടെ. അപ്പോൾ പ്രിയം പറയണേ, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ അത് തെളിവ് സഹിതം ഞാൻ നിങ്ങളെ എത്രയും പെട്ടെന്ന് ഞാൻ കാണിച്ചു തരുന്നതാവും എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, നിങ്ങൾ അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കാലിൽ വീണ് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിച്ചിരിക്കും എന്ന് പറയുമ്പോൾ പ്രിയൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. പാർവതി അത്രയ്ക്ക് ദേഷ്യത്തിലാണ് പ്രിയനോട് സംസാരിക്കുന്നത്. അങ്ങനെ കൈലാഷ് പറയണേ, നിങ്ങൾ വെറുതെ സംസാരിച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, എന്തായാലും ഇത് പോലീസ് കേസ് ആക്കാം എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, വെറുതെ പോലീസ് കേസ് ആക്കാനൊന്നും നിൽക്കണ്ട സാർ, എനിക്ക് ഉറപ്പുണ്ട് എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാമെന്ന് ഞാൻ അറിയാതിരിക്കില്ലല്ലോ. ഈ പ്രിയൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറയുമ്പോൾ പ്രിയൻ തറപ്പിച്ച് പറയുകയാണ്, ഇല്ല, ഞാൻ പറയുന്നത് കള്ളമല്ല, ഇത് സത്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണേ, നിനക്ക് പാർവതിയെ കൊല്ലാൻ വേണ്ടി വന്ന ആളെ കണ്ടാൽ വീണ്ടും തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായും എനിക്ക് തിരിച്ചറിയാൻ കഴിയും, ഞാൻ അയാളെ വ്യക്തമായി കണ്ടതാണ്, അയാൾ ലാസ്റ്റ് സ്ത്രീവേഷമാണ് ധരിച്ചിട്ടുള്ളത് എന്ന് കൂടി വ്യക്തമായി പറയുമ്പോൾ അരവിന്ദ് അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഇത് കേസായി കഴിഞ്ഞാൽ ഞാൻ കൂടി ഇതിൽ കുടുങ്ങുമല്ലോ, അതുകൊണ്ട് ഇത് കേസാവാതിരിക്കണം, അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയട്ടെ. അപ്പോൾ അരവിന്ദൻ പറയണേ, കൈലാഷ് ഇത് വെറുതെ പ്രശ്നമാക്കണ്ട, ഇനിയിപ്പോൾ വെറുതെ പോലീസ് കേസ് ആക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയണേ. അങ്ങനെ പ്രിയം പറയണേ, ഞാൻ എന്തായാലും ഇത് തെളിയിച്ചിരിക്കും, ഞാൻ കണ്ടത് സത്യമാണെന്നുള്ളത് തെളിയിച്ചിരിക്കും എന്ന് പറയുമ്പോൾ പാർവതി പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചിരിക്കും എന്ന് പറയണേ. അങ്ങനെ പ്രിയനും പാർവതിയും അവരവരുടെ ജോലിക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ കരുണാകരൻ പറയണേ, പ്രിയം പറയുന്നതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്, എനിക്കെന്തോ അവൻ പാർവതിയോട് എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടാവും, എന്നിട്ട് അത് മറക്കാൻ വേണ്ടിയിട്ടാവും ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണേ, ഇല്ല, പ്രിയം പറഞ്ഞതിലും കാര്യമുണ്ട്, ആ മയക്കുമരുന്നിൻ്റെ ആളുകൾ ഇപ്പോഴും പാർവതിയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്, ഇതിൽ എന്തോ ഒരു വാസ്തവമുണ്ട്, ഇതെനിക്ക് കണ്ടെത്തിയേ പറ്റൂ, അതിന് പോലീസ് കേസ് ആക്കണം എന്ന് പറയുമ്പോൾ അരവിന്ദൻ പറയണേ, അല്ല, എങ്ങനെയാണ് പോലീസ് കേസ് ആക്കുക, അല്ല പ്രിയനെ കണ്ടു എന്ന് പറയുന്നു, പാർവതിയാണെങ്കിലോ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നല്ലേ പറയുന്നത്, അപ്പോൾ പോലീസ് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ മൊഴിയാണ് അവരെടുക്കുക, അതുകൊണ്ട് ഇത് പോലീസ് കേസ് ആക്കാനൊന്നും നിൽക്കണ്ട എന്ന് അരവിന്ദൻ പറയുമ്പോൾ മുക്ത പറയണേ, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുന്നത്, ഞാൻ പാർവതിക്ക് മയക്കുമരുന്ന് ചേർത്ത് കൊടുത്തത് എങ്ങാനും പോലീസ് കണ്ടുപിടിച്ചാൽ അത് പിന്നെ അതോടുകൂടി പ്രശ്നമാവും, അതുകൊണ്ട് തൽക്കാലം ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം, അതുകൊണ്ട് കൈലാഷിനെ എങ്ങനെയെങ്കിലും പോലീസ് കേസ് ആക്കുന്നതിൽ നിന്നും പിന്തിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് മുക്ത അങ്ങനെ പറയുന്നത്. അങ്ങനെ കൈലാഷ് പറയണേ, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, പാർവതിയെ ആരാണ് കൊല്ലാൻ വേണ്ടി നോക്കിയത് എന്ന് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ അരവിന്ദനും മുക്തയും കരുണാകരനും ഒന്നങ്ങ് പതർച്ചയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്.